ലൈഫിൽ ഓരോരുത്തർക്ക് എപ്പോഴാണ് ഓരോ ടെൻഷനും ഫാമിലി പ്രോബ്ലംസും ജോബ് പ്രോബ്ലം അങ്ങനെ പലതും വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുന്നത് നമുക്ക് കാണാം. കൂടുതൽ സോൾട്ട് ഇൻടേക്ക് നമ്മൾ ഡെയിലി ഉണ്ടെങ്കിൽ ബി പി കൂടാൻ ചാൻസ് ഉണ്ട്. ചിലവർക്ക് അത് എന്തൊക്കെ സപ്പോർട്ട് കിട്ടിയാലും അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലാന്നും വരും. ലൈക്സയുടെ പ്രിവെൻറ്റീവ് ഹെൽത്ത് സീരീസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ ടെൻഷനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ കൂടെ നിന്നുള്ളത് ഡോക്ടർ ദിവ്യ, ലൈക്സയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. അപ്പം ഡോക്ടർ, എന്താണ് ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഇൻ സിമ്പിൾ വേർഡ്സ് നമ്മുടെ ഒരു നോർമൽ ബി പി ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ 180/80 ഓർ ബിലോ എന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിലാണ് 100 to 120 സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. മേലെ എഴുതുന്ന വാല്യൂ, താഴെ എഴുതുന്ന വാല്യൂന് നമ്മൾ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. അത് നമ്മളൊരു 70 to 80 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേറെ കൂടിക്കഴിഞ്ഞാൽ 120/80 കൂടുതൽ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് വാല്യൂസ് കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും. ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു 140 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ, ഏകദേശം ആ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിലും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് 1 ഹൈപ്പർ ടെൻഷൻ, സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ, സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ നോർമൽ വാല്യൂ നമ്മൾ കട്ട് ഓഫ് നോക്കാറ് 120/80 ആണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഹൈ ബി പി വരാനുള്ള സാധ്യത? സോ ഹൈപ്പർ ടെൻഷൻ റീസൺസ് എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. സാധാരണ അതാണ് നമ്മൾ കാണാറ് ജനറലി പോപ്പുലേഷനിൽ. പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ഒരു കാരണം ഉണ്ടാവില്ല, വേറൊരു അസുഖം കൊണ്ടായിരിക്കണം എന്നില്ല. യൂഷ്വലി ഏജിങ്, നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് ബി പി കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ബ്ലഡ് വെസൽസിൻ്റെ എലാസ്റ്റിസിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഇപ്പോൾ ഒരാൾ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനത്തെ ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മീൻസ് കാര്യമായിട്ട് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലൊന്നും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നും പറയും, ഓർ ഇഡിയോപ്പത്തിക്. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. പിന്നെ അത് ഫാമിലിയിലുണ്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഇസ് ടൈപ്പ് 2 ഹൈപ്പർ ടെൻഷൻ. അങ്ങനെ വെച്ചാൽ ഒരു റീസൺ ഉണ്ടാവും, ഒരു അണ്ടർലൈൻ റീസൺ ഉണ്ടാവും. ലൈക്ക് ഒരു കിഡ്നി ഡിസീസോ അഡ്രീനൽ ട്യൂമർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കാം. ചില മെഡിസിൻസ് റെഗുലറായിട്ട് എടുക്കുന്നത് കൊണ്ട് ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. പിന്നെ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഇനി ഹോർമോണൽ ഇംബാലൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് 2 ടൈപ്പ് ഇങ്ങനത്തെ റീസൺസ് കൊണ്ടാണ് ബി പി വരാൻ ചാൻസസ് കൂടുതൽ. ഓക്കെ. ഇപ്പം ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് അല്ലെങ്കിൽ അവർക്ക് ഹൈ ബി പി ആണെന്ന് അറിയുന്ന എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടോ? എങ്ങനെയായിരിക്കും? ചിലർക്ക് തലകറക്കം വരാം, കണ്ണ് ക്ലിയർ ആയിട്ട് കാണാത്ത ഒരു പ്രോബ്ലം വരാം. ഓക്കെ. പിന്നെ ചിലർക്ക് എഡീമ വരാം, ഭയങ്കര ഹൈ ബി പി ആണെങ്കിൽ എഡീമ വരാം കാലിലൊക്കെ. യൂറിൻ ഔട്ട്പുട്ട്, മൂത്രം പോകുന്നത് കുറയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ചില സിംറ്റംസ് ഉണ്ടാവും. ഹാർട്ട് റേറ്റ് കൂടി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. എന്നാലും ചിലവർക്ക് ഈ എല്ലാ സിംറ്റംസും ഉണ്ടാവണമെന്നില്ല, സ്റ്റിൽ ബി പി ഉണ്ടായിരുന്നു. നമ്മളെ ഈ ഭക്ഷണത്തിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഹൈപ്പർ ടെൻഷനിൽ? അതിപ്പം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുന്നത് നമുക്ക് കാണാം. ഈ യങ്സ്റ്റേഴ്സിലും ബി പി ഷുഗറൊക്കെ വരുന്നത് കാണാം. അതിപ്പം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ, ജങ്ക് ഫുഡ്സ് ഒക്കെ ആണല്ലോ ഇപ്പോഴുള്ള ജനറേഷൻ. അതിൻ്റെ മുന്നുള്ള ജനറേഷനൊക്കെ അങ്ങനെ തന്നെയാണ്. ഈസി വർക്കാണ് എല്ലാവരും ചെയ്യുന്നത്. അധികം ഔട്ട്സൈഡ് ഫുഡ്, പ്രിസർവ്ഡ് ഫുഡ്, ജങ്ക് ഫുഡിലൊക്കെ സോൾട്ട് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇന്ത്യൻസ് ജനറലി സോൾട്ട് കണ്ടൻറ്റ് ഇൻടേക്ക് കുറച്ച് കൂടുതലാണ്, നമുക്കറിയാലോ ഫുഡിൻ്റെ കാര്യത്തിൽ. നമ്മളിപ്പം റൈസിലും ഇടും, കറിയിലും ഇടും, പിന്നെ ഒരു പപ്പടം ഉണ്ടാവും, അച്ചാറുണ്ടാവും, അങ്ങനെ കുറേ ഉണ്ടാവും. ബട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അക്കോർഡിംഗ്ലി പറയുന്നത് അപ് ടു 5 to 6 grams ഓഫ് സോൾട്ട് പെർ ഡേ ആണ് റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഇൻ എ അഡൾട്ട്. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ, ഇപ്പോൾ ഒരു 7-8 ഗ്രാംസിനെക്കാട്ടും കൂടുതൽ സോൾട്ട് ഇൻടേക്ക് നമ്മൾ ഡെയിലി ഉണ്ടെങ്കിൽ ബി പി കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ പ്രിസർവ്ഡ് സാധനങ്ങൾ, ചിപ്സ്, അങ്ങനത്തെ ഈ പിക്കിൾസ് അല്ലെങ്കിൽ അതർ പ്രിസർവേറ്റീവ്സ് ഉള്ള കാര്യങ്ങളിലൊക്കെ എന്തായാലും പ്രിസർവേറ്റീവ് ആയിട്ട് തന്നെ സോൾട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് കാരണം ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ബി പി വരാൻ ചാൻസ് ഉണ്ട് ത്രൂ ഫുഡ്. ഓക്കെ. ഇപ്പം
ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ഇപ്പം? യെസ്, പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റാൻ കഴിയുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും ലൈഫിൽ. പിന്നെ നോൺ മോഡിഫയബിൾ ഉണ്ടാവും. അപ്പം മോഡിഫയബിൾ എന്ന് വെച്ചാൽ നമ്മൾ ബോഡി വെയിറ്റ്, ഒരു ഓപ്റ്റിമൽ ബോഡി നമ്മളെ ഹൈറ്റിന് ഒത്തൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ വളരെ നന്നാവും. BMI എന്ന് കേട്ട് കാണും, ബോഡി മാസ് ഇൻഡെക്സ്, നമ്മളെ ഹൈറ്റിന് ഒത്ത വെയിറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്ത് കൂടുതലാണെങ്കിൽ അക്കോർഡിംഗ് ടു WHO ഇപ്പോൾ 25ൻ്റെ കൂടുതലാണ് ഒരാളുടെ BMI എന്ന് വെച്ചാൽ അവരുടെ ഹൈറ്റിനും വെയിറ്റിനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓവർ വെയിറ്റ് ആണല്ലോ. അപ്പോൾ ഓവർ വെയിറ്റ് ആവുമ്പോൾ, ഒബേസ് ആവുമ്പോൾ നമുക്ക് BP ചാൻസ് കൂടുതലാണ്. വെൻ വെയിറ്റ് ഇൻക്രീസസ് ദർ ഇസ് എ ഹൈലി ഡയറക്ട്ലി പ്രപ്പോർഷൻ വരാൻ ചാൻസ് ഉണ്ട് BP കൂടാനായിട്ട്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഡയറ്റ് ഇൻടേക്ക് ഞാൻ പറഞ്ഞു, സോൾട്ടിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കണം. പിന്നെ BP ഓൾറെഡി ഉള്ളവരാണെങ്കിൽ സോൾട്ട് ഇൻടേക്ക് ഒരു 2.5 to 3.5 milligram per day അതായിരിക്കും ബെറ്റർ. നോർമൽ BP ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് അപ് ടു 5 to 6 milligram per day. പിന്നെ അത് ഡയറ്റിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, സോൾട്ട് ഇൻടേക്കിൻ്റെ കാര്യം. പിന്നെ ഉള്ളത് ഫാറ്റ് ഇൻടേക്ക് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് എടുക്കുന്നവർക്ക് ചെറിയ രീതിയിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. വളരെ ഡെയിലി ലൈഫിൽ ഭയങ്കരമായിട്ട് അങ്ങനെ കഴിക്കുന്നവർക്ക് പ്രോബ്ലം കാണാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ, വനസ്പതി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, പാം ഓയിൽ, അതൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ വേറെ വെജിറ്റബിൾ ഫാറ്റാണ് ഈ വനസ്പതി പറയുന്നത്. പിന്നെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഓർ പോളി അൺസാച്ചുറേറ്റഡ് ഓർ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ബെറ്റർ എന്ന് പറയും ഹാർട്ട് ഹെൽത്തിന്, BPക്കൊക്കെ, BP മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. ലൈക്ക് റൈസ് ബ്രാൻ ഓയിൽ അങ്ങനത്തെയൊക്കെ. പക്ഷേ ഈ കോക്കനട്ട് ഓയിലിൽ തന്നെ ഒരു പ്രത്യേക ഇതുണ്ട്. ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നൊരിതുണ്ട്, കോക്കനട്ട് ഓയിൽ ഇസ് ഗുഡ് ഫോർ യുവർ ഹാർട്ട്. അതിൽ ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് ബ്ലഡ് വെസലിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് കളയുമെന്ന് പറയാറുണ്ട്. അത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള മറ്റേ തേങ്ങ ഉണക്കിയിട്ടുണ്ടാക്കുന്നതല്ല അവർ ഉദ്ദേശിക്കുന്നത്, പച്ച വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോൾഡ് പ്രസ്ഡ് അങ്ങനെയൊക്കെ പറയില്ലേ, പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ, വീടുകളിൽ ഉണ്ടാക്കില്ലേ കുട്ടികൾക്കൊക്കെ തേക്കാൻ, തേങ്ങാപ്പാലെടുത്ത് തിളപ്പിച്ച്, അത് വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് എമംഗ് സെലിബ്രിറ്റീസ് ഓൾസോ ഭയങ്കര പോപ്പുലറാണ് കേട്ടോ. ഡെയിലി ഒരു 1 teaspoon അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കുന്നത്. സോ ദറ്റ് ഈസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ലൈക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ മെയിൻലി ഈ റൈസ് ബ്രാൻ, സൺഫ്ലവർ അങ്ങനത്തെയൊക്കെ. പിന്നെ ഒരേ ഓയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ നല്ലതായിരിക്കില്ല. ഓരോ ഓയിലിനും പ്രത്യേക ഓരോരോ ഇമ്പോർട്ടൻസ്, ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഓരോ ആഴ്ച വീതം ഓയിലിൻ്റെ ടൈപ്പ് മാറ്റിയാൽ നന്നാവും. അത് നല്ല കാര്യമായിരിക്കും ഡയറ്റിൽ. ഈ ഹൈപ്പർ ടെൻഷൻ കാരണം മറ്റ് ക്രോണിക് ഡിസീസസും അതിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പം ഹാർട്ട് ഡിസീസ് ഒക്കെ പൊതുവെ അതിന് എക്സാമ്പിൾ അത് ആണ്. ലോങ് ടേം ആയിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് നിന്നാലേ എന്തിനും പ്രശ്നമുള്ളൂ. ഹൈപ്പർ ടെൻഷനും ഷുഗറിനൊക്കെ കൺട്രോൾഡ് ആയിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. കൺട്രോളാക്കി വെക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. അതിനെക്കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. നമ്മളെ സൈഡിൽ നിന്ന് ഒരു ചെറിയ എഫേർട്ട് എടുത്താൽ കുഴപ്പമില്ല. അതാണല്ലോ നമ്മളെ ക്ലിനിക്കിലും ചെയ്യാൻ പോകുന്നത്. നമ്മൾ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് എല്ലാ പേഷ്യൻസിനും ഇവിടെ വരുന്നത്, സോ ദാറ്റ് അവർക്ക് ഒരു കോൺഫിഡൻ്റ്ലി അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെയും ഒരു എയിം അല്ലേ. സോ അത് ആ ഇൻഡിവിജ്വൽ ഒന്ന് തിങ്ക് ചെയ്താൽ അവർക്കൊരു മോറൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ടു ഡൂ ദാറ്റ്. ഇതൊക്കെ അൺകൺട്രോൾഡ് ആവുമ്പോഴേ കിഡ്നി, ലിവർ, ഐസ്, നമ്മളെ സ്കിന്ന്, നമ്മളെ നെർവ്സിനൊക്കെ പ്രശ്നം വരുള്ളൂ. അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരാണ്ട് നമുക്ക് എത്രയോ കാലം കൺട്രോൾഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ. ഇപ്പം മെഡിസിൻസിൽ മാത്രമാണ് ഇപ്പം ഏതൊക്കെ മെഡിസിൻസ് സ്വാഭാവികമായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്ത്? ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഡയൂററ്റിക്സ് യൂസ് ചെയ്യും, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യും, ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് യൂസ് ചെയ്യും, അങ്ങനെ പലതും യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചോദിച്ചപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ ആണോ? അതെ, ഹൈപ്പർ ടെൻഷൻ പൊതുവേ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻസ്. എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടോ,
പേഷ്യൻറ്റിന് ആ എന്താ പറയുക ഡ്രഗ് ടോളറൻസ് നല്ലോണം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്. നമുക്ക് ബേസിക് ആയിട്ട് വേണമെങ്കിൽ ആംലോഡിപ്പിൻ 5 mg അല്ലെങ്കിൽ 2.5 mg എന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രീ ഹൈപ്പർ ടെൻഷൻ, ഒരു സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഫസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്ത് റെഗുലർ എക്സസൈസും ഡയറ്റ് കൺട്രോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ബി പി കൺട്രോൾ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇനിയും കൺട്രോൾ ഇല്ലെങ്കിൽ വി ഹാവ് ടു കീപ്പ് ഓൺ ആഡിങ് മെഡിസിൻസ്. വാട്ട് അബൌട്ട് സ്ട്രെസ് എങ്ങനെയൊക്കെയാണ് ഈ ഹൈപ്പർ ടെൻഷനെ കൂട്ടാനുള്ള കാരണം? അത് ഇപ്പൊ കോർട്ടിസോളിന്റെ ഒക്കെ ഓക്കെ, ഹൈപ്പർ ടെൻഷൻ എന്നുള്ള വേർഡ് തന്നെ ഉണ്ട് ടെൻഷൻ. സോ ഇപ്പോൾ ഒരു യൂഷ്വലി ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയും, ടൈപ്പ് ബി പേഴ്സണാലിറ്റി പറയും. സോ ടൈപ്പ് എ പേഴ്സണാലിറ്റി പീപ്പിൾ കുറച്ചും കൂടെ ആങ്ഷ്യസ് ആണ് ഇൻ ഡെയിലി ലൈഫ്, കുറെ കൂടെ അംബീഷ്യസ് ആണ്, ഭയങ്കര പങ്ക്ച്വലാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാർക്ക് അങ്ങനെ ഓവർ റിലാക്സ്ഡ് ആയിരിക്കില്ലേ അവർ ടൈപ്പ് ബി പേഴ്സണാലിറ്റി പോലെ. സോ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിക്ക് ഹൈപ്പർ ടെൻഷനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ടെൻഷൻ കൂടുതലാണ്, അവർക്ക് സ്ട്രെസ് കൂടുതലാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ആൾക്കാരല്ലെങ്കിലും ടൈപ്പ് ബി കാമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ലൈഫിൽ ഓരോരുത്തർക്ക് എപ്പോഴാണ് ഓരോ ടെൻഷനും ഫാമിലി പ്രോബ്ലംസും ജോബ് പ്രോബ്ലം അങ്ങനെ പലതും വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണ് സ്ട്രെസ് വരാൻ നമുക്ക് 100% വരില്ല സ്ട്രെസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ആർക്കും. അപ്പം പലവരും അത് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. എന്ത് സ്ട്രെസ് വന്നാലും ചിലവർക്ക് അത് എന്തൊക്കെ സപ്പോർട്ട് കിട്ടിയാലും അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നും വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ബി പി കൂടാൻ ലൈഫിൽ ഫ്യൂച്ചറിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കുറേ ആൾക്കാർ അവർക്ക് ഹൈ ബി പി ഉണ്ടെന്ന് അറിയാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും എന്താണ് ലൈക്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? അത് നമുക്ക് സ്ക്രീനിങ് പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ്സ് എൻ ഹെൽത്ത് ഒപ്റ്റിമൈസേഷൻ സെൻറ്റർ അല്ലേ. നമുക്ക് പേഷ്യൻസിന് സ്ക്രീനിങ് പ്രോഗ്രാംസ് മന്ത്ലി എപ്പോഴെങ്കിലും വെച്ചാൽ നമുക്ക് അത് ചെയ്യാം. നമുക്ക് ബ്ലഡ് ഷുഗറും ഹൈ ബി പി എല്ലാം നമുക്ക് ഒരു സ്ക്രീനിങ്, ഒരു ചെക്കപ്പ് പ്ലാൻ വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് പേഷ്യൻസിന്. ഒരു ചെക്ക് ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻസ്, ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ട്. എന്തുകൊണ്ടാണ് ലൈക്സ് ഒരു 24 hour ബി പി മോണിറ്റർ, ആംബുലേറ്ററി ബി പി മോണിറ്റർ പേഷ്യൻസിന് പ്രിഫർ ചെയ്യുന്നത് ഒന്ന് പറയും? ഇപ്പോൾ പേഷ്യൻസിന് ഫ്ലക്ച്വേഷൻ, ഇപ്പോൾ നമ്മളൊരു വൈറ്റ് കോട്ട് എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നുവെച്ചാൽ പേഷ്യൻസ് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചിലർക്ക് അവിടേക്ക് വരുന്നതിൻ്റെ ഒരു ആങ്സൈറ്റി, ഒരു പേടി ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും. ഇനിയിപ്പോൾ എനിക്ക് എന്താ ഉള്ളതെന്ന് എന്താ അങ്ങോട്ട് പറയാമെന്നറിയില്ല എന്നൊരു പേടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ബി പി നോക്കുമ്പോൾ ബി പി കൂടി നിൽക്കാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം അവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ബി പി നോർമലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് അവരൊന്ന് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് 24 hours ചിലപ്പോൾ ബി പി കംപ്ലീറ്റ്ലി നോർമലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ക്ലിനിക്കിൽ ടൈം ഉണ്ടെങ്കിൽ, തിരക്ക് കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പേഷ്യൻറ്റിനും ടൈമുണ്ട് ഡോക്ടർക്കും ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനോട് ഒരു 1/2 hour വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കോഫി, ടീ അങ്ങനത്തെ കാര്യങ്ങൾ ഓർ സ്മോക്കിംഗ് ഒന്നും ചെയ്യാണ്ട് ആ ഒരു ആംബിയൻസ്, ആ ചുറ്റുവട്ടം, ആ ഹോസ്പിറ്റൽ ക്ലിനിക്കിൻ്റെ ചുറ്റുവട്ടത്തൊന്ന് പരിചയമായി കഴിഞ്ഞാൽ ആ ഒരു ആങ്സൈറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുറഞ്ഞു കാണും ബി പി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറഞ്ഞു കാണാം. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ 24 hours ആംബുലേറ്ററി ബി പി മോണിറ്റർ യൂസ് ചെയ്യാം. അത് സാധാ ബി പി അപ്പാരറ്റ് പോലെ തന്നെ നമ്മൾ ആമിൽ കെട്ടുന്നു, പക്ഷെ അതിനൊരു മോണിറ്റർ ഉണ്ട്, നമ്മളെ ബോഡിയിൽ അത് വെക്കുന്നു. എന്നുവെച്ചാൽ അപ്പോൾ നമ്മൾ അതിൽ സെറ്റപ്പ് ചെയ്ത് വെക്കാം എത്ര അവർ ഓർ എത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ബി പി അത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് പിറ്റേ ദിവസം അത് ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാം ത്രൂ ഔട്ട് ചിലപ്പോൾ ബി പി നോർമലായിരിക്കാം ആ 24 hours തലേ ദിവസം ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അത് ഹൈ ആയിട്ട് കാണാം. ആ ടൈം ഓൾസോ എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ആ ടൈമിൽ എന്തായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റീസൺസ് കണ്ടുപിടിക്കാം. ചിലപ്പോൾ എക്സസൈസ് ചെയ്തപ്പോഴോ, ഓടിയപ്പോഴോ, ചാടിയപ്പോഴോ, കോഫി കുടിച്ചപ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേടിപ്പെടുത്തുന്നോ അല്ലെങ്കിൽ വിഷമം വന്നപ്പോഴോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സോ ഇങ്ങനെ ബി പി ഫ്ലക്ച്വേഷൻ വരുന്ന ആൾക്കാർക്ക് വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഹൈപ്പർ ടെൻസീവ് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. സോ അവരത് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്ത് ചെക്കപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഹൈ ബി പി ലോങ് ടേം ആകുമ്പോൾ അത് ഹാർട്ടിനെയും കൂടെ ബാധിക്കും, കാർഡിയോവാസ്കുലർ ഡിസീസും കൂടെ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഓൾവേസ് ഉണ്ടാവണം എന്നില്ല, പക്ഷെ ചാൻസ് ഉണ്ട്.
ഈ റിലാക്സേഷൻ ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ബി പി കുറയാൻ സഹായിക്കുന്നത്? ലൈക്ക് മെഡിറ്റേഷൻ, യോഗ യെസ്, ഓഫ് ഇങ്ങനത്തെയൊക്കെ. കോഴ്സ് മെഡിറ്റേഷൻ യോഗ ക്യാൻ ബി യൂസ്ഡ്. പിന്നെ റെഗുലർ എക്സസൈസ് അറ്റ്ലീസ്റ്റ് 5 days a week, ഒരു 30 to 40 minutes ഡെയിലി എന്തെങ്കിലും ഒരു സിമ്പിൾ കാർഡിയോ എക്സസൈസ് ചെയ്താൽ മതിയാവും. ലൈക്ക് റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ്, എനിത്തിങ്. ഇങ്ങനെ ജിമ്മിൽ പോയി ഭയങ്കര ഹെവി ചെയ്യണം എന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒരു എക്സസൈസ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. ദാറ്റ്സ് വെരി സബ്ജക്റ്റീവ്. ഏത് ടൈപ്പ് എക്സസൈസ് ആണ് അവർക്ക് ചേരുന്നത്, അവർക്ക് ഇഷ്ടമുള്ളത് എന്നുള്ള അവരുടെ കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും എക്സസൈസ് ഡെയിലി റൂട്ടീനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനാണല്ലോ നമ്മൾ പ്രിവെൻറ്റീവ് എന്ന് പറയുന്നത്. ഒരു പരിധി വരെ നമുക്ക് ഏത് അസുഖവും പ്രിവെൻറ്റ് ചെയ്യാം, പക്ഷെ 100% നമുക്കൊരു കാര്യത്തിലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. കുറേയൊക്കെ ജെനറ്റിക്സും കൂടി ആണല്ലോ. യെസ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചില എക്സസൈസ് ലൈക്ക് സ്ക്വാഡ്സ് ഒക്കെ പോലത്തെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബി പി 150, 160 ആ റേഞ്ചിലൊക്കെ നല്ല ഹൈ ആയിട്ട് പോകുന്നത് കാണും. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ അതൊന്നും പ്രോബ്ലം ഉണ്ടാക്കാറില്ലല്ലോ. ഇല്ല, അങ്ങനെ എക്സസൈസ് ദാറ്റ് ഈസ് ബൗണ്ട് ടു ഹാപ്പൻ. Yeah. ഇപ്പം നമ്മളൊരു ബി പി ചെക്ക് ചെയ്യുന്നതിൻ്റെ വിത്തിൻ ഹാഫ് ഉള്ളിൽ നമ്മൾ കോഫി കുടിക്കുക, സ്മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ കിതച്ചോടി വരിക, എന്തെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഓടി വന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ആ ടൈമിൽ കുറച്ച് ബി പി ഹൈ ആയിട്ട് കാണാം. അത് വിത്തിൻ ഹാഫ് ടു 1 hour ഇറ്റ് ഷുഡ് ഗോ ബാക്ക് ടു നോർമൽ. നമ്മൾ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓക്കെ. അത് ഹാർട്ട് റേറ്റും കൂടുമല്ലോ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് നോർമൽ. Yeah. പക്ഷേ അതല്ലാത്ത നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴും ബി പി ഒക്കെ ഹൈ ആണെങ്കിൽ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഡോക്ടർ, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതെന്തൊക്കെയായിരുന്നു? യെസ്, മോഡിഫൈബിൾ നമ്മൾ പറഞ്ഞല്ലോ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, വെയ്റ്റ് മാനേജ്മെൻറ്റ് അല്ലേ, ഫുഡ് മാനേജ്മെൻറ്റ്, അതൊക്കെ. ഈ നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും ഓരോരുത്തർക്കും. സേ ഫോർ എക്സാമ്പിൾ ഏജ്, ഞാൻ പറഞ്ഞു അപ് ടു ഒരു 40-45 years വരെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ബി പി ചെക്ക് ചെയ്ത ഒരു അറൗണ്ട് സിമിലർ ട്രെൻഡിലാണ് പോവാറ്. പക്ഷേ ആ ഏജ് കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാവർക്കും ഒരു കുറച്ചൊരു ബി പി കൂടാൻ ചാൻസ് ഉണ്ട് വിത്ത് ഏജ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് വെസലിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഈ പെരി മെനോപ്പോസ്, പോസ്റ്റ് മെനോപ്പോസ് വിമൻ, അവരിൽ പിന്നെ ആണുങ്ങളെ പോലെ ഹോർമോണിൻ്റെ ഒരു ഇംബാലൻസ് വരുമല്ലോ അവിടെ ആ ടൈമിൽ, പീരീഡ്സ് ഒക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ ആണുങ്ങളുടെ അത്ര തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ട്രെൻഡ് കാണാറുണ്ട് പെണ്ണുങ്ങൾക്കും വരാൻ. പിന്നെ ഉള്ളത് റേസാണ്. ചില വംശജർക്ക് ബി പി യൂഷ്വലി ജനറലി ഹൈ ആയിരിക്കും. അതങ്ങനെ കാണാറുള്ളത് ആഫ്രിക്കൻ അമേരിക്കൻ റേസ് ഉണ്ടല്ലോ, നമ്മൾ റേസിസം പറയല്ല, പക്ഷെ അങ്ങനെയുള്ളൊരു വംശജർക്ക് യൂഷ്വലി കാണാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പറയാറില്ലേ ഇന്ത്യ ഇസ് ദ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അപ്പം നമുക്ക് ഡയറ്റിൻ്റെ കൊണ്ടാവാം, സെഡൻട്രി മീൻസ് അധികം ആക്റ്റീവ് അല്ലാത്ത ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം, ഫുഡ് ഹാബിറ്റ്സ് പിന്നെ അറിയാമല്ലോ നമ്മൾ അത്രയും കഴിക്കുന്ന ഫുഡീസാണ്, അതുകൊണ്ടായിരിക്കാം നമുക്ക് ഡയബറ്റീസ് വരാൻ ചാൻസസ് പലതും കൂടുതൽ. പിന്നെ വേറെ ഹോർമോണൽ ഇഷ്യൂസും ഉണ്ട്, ഫങ്ഷണൽ ഇഷ്യൂസും ഉണ്ട്. അപ്പം ഇതൊരു റീസൺ. അതുപോലെ തന്നെ ഈ ബ്ലാക്സിന് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് ഫാമിലി ആണ്, ഫാമിലി ഹിസ്റ്ററിയാണ്. വീട്ടിലാർക്കെങ്കിലുമൊക്കെ ഉണ്ട്, ഇപ്പോൾ പേരൻസിന് 2 പേർക്കും ഉണ്ടെങ്കിൽ ഒരു 45% ചാൻസ് നമുക്ക് ഫ്യൂച്ചറിൽ ബി പി വരാൻ ചാൻസ് കൂടുതലാണ് 2 പേർക്കും ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ആർക്കും ഇല്ലെങ്കിൽ ഒരു അറൗണ്ട് 3 to 5% ഉള്ളൂ നമുക്ക് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ജനറേഷനിലെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, എക്സസൈസ് ഇപ്പോഴും കുറച്ച് ആൾക്കാർ ബോധേഡ് ആണ് അവരുടെ ബോഡീനെ പറ്റി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. ബട്ട് സൈഡ് ബൈ സൈഡ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ആൽക്കഹോൾ ഇൻടേക്ക്, ഡ്രഗ് ഇൻടേക്ക്, സ്മോക്കിംഗ്, എക്സെട്ര. സോ വരില്ല എന്ന് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ഏജ്, ഫാമിലി ഹിസ്റ്ററി ആൻഡ് റേസ് തന്നെയാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഡയറ്റ് എന്തെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുമോ? യെസ്, ഇത് ഒരു ഡയറ്റിൻ്റെ പേര് തന്നെ, ഒരു പേരിൽ തന്നെ ഒരു ഡയറ്റ് ഉണ്ട്, ഡാഷ് എന്ന് പറഞ്ഞിട്ട്. ഡാഷ് ഡയറ്റ് എന്ന് വെച്ചാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ആക്ച്വലി അത് ഹൈപ്പർ ടെൻഷൻ ഓർ ഷുഗറുള്ള പേഷ്യൻസിന് മാത്രമല്ല, എല്ലാവരും അങ്ങനെ കഴിക്കുന്നതായിരിക്കും ലോങ് റണ്ണിൽ നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡാഷ് ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു റൗണ്ട് പ്ലേറ്റ് എടുത്താൽ നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ഹാഫ് നമ്മൾ ഫുൾ റൈസ്,
നമ്മൾ യൂഷ്വലുള്ള നമ്മൾ എന്താണോ നമ്മൾ സ്റ്റേപ്പിൾ ഫുഡ് ഹൈഡ്രേറ്റ്സ് ആണ് നിറയ്ക്കാറ് അല്ലേ. റൈസ് അല്ലെങ്കിൽ ചപ്പാത്തിയോ 4-5 ചപ്പാത്തിയോ അങ്ങനെയൊക്കെയല്ലേ നിറയ്ക്കാറ്. സൈഡിൽ കുറച്ച് കറി, ഉപ്പേരി, വെജിറ്റബിൾസ്, സാലഡ് അങ്ങനെയൊക്കെയാണ്. സാലഡ് ഒന്നും ഉണ്ടാവാറേ ഇല്ല നമ്മുടെ ഡയറ്റിൽ. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഡാഷ് ഡയറ്റ് എന്ന് വെച്ചാൽ ആ പ്ലേറ്റിൻ്റെ ഹാഫ് മതി നമ്മളെ സ്റ്റേപ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് റൈസ് ഓർ ചപ്പാത്തി വടവർ. ബാക്കി മേജർ സൈഡ്സിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓക്കെ, ഫൈബർ റിച്ച് കണ്ടൻറ്റ്സ്, പിന്നെ ലീൻ മീറ്റ്, ഇതൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ റൈസോ ചപ്പാത്തിയോ കഴിക്കാൻ തോന്നില്ല. ഈ സൈഡിനെ കൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് വയറ് ഫുള്ളായിട്ടുള്ളൊരു ഫീല് വരും അല്ലേ. സോ അതാണ് ഡാഷ് ഡയറ്റ്. എൻ്റെ കൂടെ കുറച്ച് ഡയറി പ്രൊഡക്റ്റ് ലൈക്ക് മിൽക്ക് ഓർ കേർഡ് വി ക്യാൻ ആഡ്. അതൊക്കെയാണ് അതിനാണ് മെയിൻലി. പിന്നെ ഓയിൽ കുറച്ച് കുറവ് യൂസ് ചെയ്യും. ഇതിനാണ്. അതിൻ്റെ കൂടെ നമുക്ക് ലീൻ മീറ്റിൻ്റെ കൂടെ ഫിഷോ എന്താ പറയുക മുട്ടയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. അതിനാണ് നമ്മൾ ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പോർഷൻ സൈസിൽ കഴിക്കാം. ഇപ്പം 3 മീല് ഒറ്റയടിക്ക് കുറേ എമൗണ്ട് കഴിക്കുന്നതിന് പകരം നമുക്ക് ആ ഒരു മീൽ ഒരു 6 മീൽസ് ആയിട്ട് ഇൻ എ ഡേ, 3 മീൽസ് ഉള്ളത് 6 or 7 മീൽസിന് ഡേ ആക്കാം. രാവിലെ എണീക്കുമ്പോൾ ഒരു റസ്ക് കഴിക്കുക, ഒരു ഷുഗർ ഫ്രീ ഓർ വിത്ത് ഷുഗർ കുറച്ച് ഇട്ടിട്ട് ഒരു മീഡിയം ആയിട്ടുള്ള ടീ എന്തെങ്കിലും കുടിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ആക്ച്വൽ ടൈം വരുമ്പോൾ ഒരു 10 ആണെങ്കിലോ ഒരു ദോശയോ 2 ഇഡ്ഡലിയോ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുക. പിന്നെ ആഫ്റ്റർ 2.5 hours വേറെ എന്തെങ്കിലും ഒരു ആപ്പിളോ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ലഞ്ച് ടൈമിൽ നമുക്കത്ര വിശക്കില്ല, കാരണം വയറ് കുറച്ച് ഫുള്ളാണല്ലോ ഓൾറെഡി. ബിഞ്ച് ഈറ്റിംഗ് തോന്നില്ല, നമുക്ക് ഒറ്റയടിക്ക് കുറേ വാരി വലിച്ച് തിന്നാൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ ഈവനിങ്ങും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ അധികം ഹൈ കാലറി അല്ലാത്ത കുറച്ച് ഓവർ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇല്ലാത്ത ഫുഡാണെങ്കിൽ ഇടവിട്ട് കഴിച്ചാൽ അങ്ങനെ നമുക്ക് ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഓർ ഷുഗർ ഓൾസോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ മെയിൻ മീല് കഴിക്കുമ്പോൾ അത് ഡാഷ് ഡയറ്റായിട്ട് കുറച്ച് സ്റ്റേപ്പിൾ ഫുഡും കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹൈ ഫൈബർ ഡയറ്റ് വിത്ത് പ്രോട്ടീൻ ലൈക്ക് ഫിഷ് ഓർ ചിക്കൻ ഓർ എഗ് ആൻഡ് സം ഡയറി എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ വയറ് ഫുള്ളായി. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഡയറ്റും ഉണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് പറയുന്നു കുറേ നേരം ഫാസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഡയറ്റും കുറേയൊക്കെ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ എല്ലാവർക്കും എല്ലാ ഡയറ്റും സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. യെസ്.